കറി നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്രേവിയിൽ വെക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 600 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തത്. ഈ കറിയിലേക്ക് നമുക്ക് സവോള കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ട് 2 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 10 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം, പിന്നെ കറിവേപ്പില, പിന്നെ 2 വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. ആ ചെറിയ തക്കാളിയിൽ 3 തക്കാളി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ കറിക്ക് നമുക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കുക. ഈ മുളക് പൊടിക്ക് നല്ല കളർ ഉണ്ടാവും, എരിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പച്ചമുളക് ചേർക്കുക കറിയിലേക്ക്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിയൊക്കെയും പച്ചമല്ലി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ബീഫ് കറിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കണം ഗരം മസാലയും പെരിഞ്ചീരകം, അതുകൊണ്ട് പെരിഞ്ചീരകം കൂടുതൽ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഏലക്കായുടെ സീഡ്സ് എടുത്തിട്ടുണ്ട്. അത് ഏലക്കായ മുഴുവനായിട്ടുള്ളതാണെങ്കിൽ ഒരു 4 ഏലക്കായ എടുക്കുക. പിന്നെ ഒരു 6 കരിയാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ കറിയാക്കാന്ന്. ഇനി നമുക്ക് ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മസാലകൾ പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലൂടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിലിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മസാലപ്പൊടികൾ നമ്മൾ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല വേവുള്ള ബീഫാണ്. നമ്മുടെ നാട്ടിലിട്ടുന്ന ബീഫൊക്കെ ആണെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒന്ന് പകുതി വേവിക്കണം. കുക്കറിലിട്ടിട്ട് ബീഫ് പകുതി വേവിക്കുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് നമ്മൾ കഴുകി വാരിയെടുത്ത വെള്ളം മതിയാവും കുക്കറിലിട്ടിട്ട് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് ബീഫ് നമ്മളൊന്ന് പകുതി വേവിക്കുക. കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സും കൂടി നമ്മളൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ബീഫ് നമുക്ക് പകുതി വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി നമുക്ക് ഏറ്റവും ആദ്യം വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. ഈ ബീഫിന് വേവ് വളരെ കുറവാണ്, പെട്ടെന്ന് വേവണ ബീഫാണ്. അതുകൊണ്ട് ഞാൻ ബീഫ് നേരിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. നല്ല വേവുള്ള ബീഫാണെങ്കിൽ കുക്കറിലിട്ടിട്ട് പകുതി വേവിക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം ഗരം മസാല ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മൂടി വെച്ചിട്ട് ബീഫ് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം.
നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി വേവിക്കാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം.